ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGPയുടെ ഡിസിഷൻ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ പ്രീവിയസ് ഇയർ ഇമ്പോർട്ടൻറ്റ് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് പാർട്ട് 1 വീഡിയോ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിതിൽ അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഇത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് ഈസി ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. അതായത് 2 മാർക്ക് സെക്ഷൻ ഫുൾ മാർക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. എക്സാമിൻ്റെ തലേന്ന് കാണുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ടിൽ എൻഡ് വരെയും കാണാൻ നോക്കുക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ ഡിഫൈൻ OR ഓപ്പറേഷൻ റിസർച്ച് എന്താണ്? അതായത് അതൊരു സയൻറ്റിഫിക് മെത്തേഡാണ്. ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സയൻറ്റിഫിക് മെത്തേഡാണ് ഓപ്പറേഷൻ റിസർച്ച്. അതെന്തായിരിക്കും മെയിനായിട്ട് യൂസ് ചെയ്യുക? മാത്തമാറ്റിക്കൽ ടെക്നിക്സ് ആയിരിക്കും അത് മെയിനായിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ റിസോഴ്സസ് മാക്സിമം ആയിട്ട് യൂസ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മളുടെ മാനേജ്മെൻറ്റിൽ വരുന്ന കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് അത് സോൾവ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ വരുന്ന സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് പ്രോപ്പർട്ടീസ് ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. അതായത് പ്രോപ്പർട്ടീസ് ഓഫ് LPP എന്ന് ചോദിക്കും, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന് ചോദിക്കും. അപ്പോൾ ഈ 4 പ്രോപ്പർട്ടീസ് പഠിച്ചു വെക്കണം. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ടിവിറ്റീസ് ഇൻ നെറ്റ്വർക്ക് അനലൈസിസ്. നെറ്റ്വർക്ക് നമ്മൾ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ A to B നെറ്റ്വർക്ക് അനലൈസിസ് വരക്കാൻ പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു ടാസ്ക് അല്ലെങ്കിൽ ഒരു ജോബ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അത് കൺസ്യൂം ചെയ്യും, ടൈമും അതുപോലെ തന്നെ റിസോഴ്സസും ഒക്കെ അത് കൺസ്യൂം ചെയ്യും. അത് ഷോൺ ബൈ ആരോ ഇൻ നെറ്റ്വർക്ക് ഡയഗ്രാം. അതായത് നമ്മൾ ആരോ വെച്ചിട്ടായിരിക്കും നെറ്റ്വർക്ക് വരക്കുക. അതുപോലെ തന്നെ അതിലൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാവും, അതുപോലെ തന്നെ അതിനൊരു എൻഡ് പോയിന്റ് ഉണ്ടാവും. പിന്നെ വരുന്ന നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഡിസിഷൻ ട്രീ. ഡിസിഷൻ ട്രീ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് എന്തിൻ്റെ, ഡിസിഷൻസിൻ്റെ. അത് നമുക്ക് പോസിബിൾ ഔട്ട്കംസ് ഒക്കെ കാണിച്ചു തരും. അതായത് മെയിനായിട്ട് യൂസ് ചെയ്യുക അൺസർട്ടനിറ്റിയിലായിരിക്കും നമ്മൾ ഈ ഡിസിഷൻ ട്രീ മെയിനായിട്ട് യൂസ് ചെയ്യുക. അതായത് നമ്മളുടെ ബിസിനസ്സിൽ ഇപ്പോൾ നമ്മൾ അൺസർട്ടൻ ആയിട്ട് എന്തെങ്കിലും ലോസോ എന്തെങ്കിലും വരാണെന്ന് വിചാരിക്കാം, അതായത് കലാമിറ്റീസ് വരാണെന്ന് വിചാരിക്കാം, കൊറോണ അതുപോലെ തന്നെ എന്തെങ്കിലും വൈറസ് ഒക്കെ വരാമെന്ന് വിചാരിക്കണമെങ്കിൽ ഈ ഡിസിഷൻ ട്രീ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഡിസിഷൻസ് എടുക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ കമ്പയർ ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. അതായത് നമുക്ക് ഏത് ബെസ്റ്റ് ഡിസിഷൻ ഏതാണോ അത് നമ്മളെ കമ്പയർ ചെയ്യാൻ ഈ ഡിസിഷൻ ട്രീ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ വരുന്ന ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ് ടൈപ്സ് ഓഫ് ഫ്ലോട്ട്. നമുക്ക് കുറച്ച് ടൈപ്സ് വരുന്നുണ്ട്. അതായത് ടോട്ടൽ ഫ്ലോട്ട് വരുന്നുണ്ട്, ഫ്രീ ഫ്ലോട്ട് വരുന്നുണ്ട്, ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട്, ഇന്റർഫിയറിംഗ് ഫ്ലോട്ട്. പിന്നെ വരാണ് സിക്സ്ത് ക്വസ്റ്റ്യൻ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു LPP. അതൊരു മാത്തമാറ്റിക്കൽ ഒപ്റ്റിമൈസേഷൻ ടെക്നിക്കാണ്. മാക്സിമൈസ് ഓർ മിനിമൈസ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. അതുപോലെ തന്നെ സബ്ജക്ട് ടു ലീനിയർ കൺസ്ട്രെയിൻസ് യൂസ്ഡ് ഫോർ റിസോഴ്സ് അലൊക്കേഷൻ പ്രോബ്ലം. അതായത് പ്രോബ്ലം അലൊക്കേഷന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുക. അതായത് റിസോഴ്സസ് അലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ 7th വരുന്ന ക്വസ്റ്റ്യൻ ഫീസിബിൾ സൊല്യൂഷൻ. ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, അത് എല്ലാ കൺസ്ട്രെയിൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സൊല്യൂഷനാണ് ഫീസിബിൾ സൊല്യൂഷൻ. അത് നോൺ നെഗറ്റിവിറ്റി ആയിരിക്കും, നോൺ നെഗറ്റിവിറ്റി കണ്ടീഷൻ ആയിരിക്കും, ലൈസ് വിത്തിൻ ഫീസിബിൾ റീജിയനിലായിരിക്കും അത് മെയിനായിട്ട് ഉണ്ടാവുക. മേ ഓർ മേ നോട്ട് ബി ഒപ്റ്റിമൽ. ചിലപ്പോൾ ഒപ്റ്റിമൽ ആവാം, അല്ലെങ്കിൽ ഒപ്റ്റിമൽ അല്ലായിരിക്കാം. പിന്നെ 8th വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഒപ്റ്റിമിസം ക്രൈറ്റീരിയൻ. അതായത് ഓൾസോ കോൾഡ് മാക്സ് ക്രൈറ്റീരിയൻ. പിന്നെ വരുന്ന 9th ക്വസ്റ്റ്യൻ ആണ് സാഡിൽ പോയിന്റ്. സാഡിൽ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് എ പോയിന്റ് വേർ മിനിമം ഈക്വൽ ടു മാക്സിമം. അതിനെ പറയുന്നതാണ് സാഡിൽ പോയിന്റ്. ഇത്ര പോയിന്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്, സിമ്പിൾ പോയിന്റ്സ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ പോയിന്റ് വൈസ് പഠിക്കാൻ നോക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്ന 10th ക്വസ്റ്റ്യൻ എലമെന്റ്സ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. എലമെന്റ്സ് പറയുകയാണെങ്കിൽ ഡിസിഷൻ മേക്കർ ഉണ്ടാവും, അതുപോലെ തന്നെ അൾട്ടർനേറ്റീവ്സ് അവൈലബിൾ. അതായത് നമുക്ക് വൈഡ് വെറൈറ്റീസ് ഓഫ് ഡിസിഷൻസ് ഉണ്ടായിരിക്കും. പിന്നെ സ്റ്റേറ്റ് ഓഫ് നേച്ചർ ഉണ്ടാവും, അതുപോലെ തന്നെ പേ ഓഫ് ഓർ ഔട്ട്കംസ് ഉണ്ടാവും. പിന്നെ 11th പറഞ്ഞ ക്വസ്റ്റ്യൻ മെത്തേഡ്സ് ഫോർ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ. നമുക്ക് 3 മെത്തേഡാണ് ഇവിടെ പഠിക്കാനുള്ളത്. അതായത് നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ, ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ്, വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്. ഈ 3 മെത്തേഡും വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. 10 മാർക്സ് അല്ലെങ്കിൽ 5 മാർക്സിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഈ 3 മെത്തേഡും. അപ്പോൾ നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണ് 12th വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഗെയിം തിയറി. ഗെയിം തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റഡി ഓഫ് കോമ്പറ്റിറ്റീവ് സിറ്റുവേഷൻസ്. കോമ്പറ്റിറ്റീവ് സിറ്റുവേഷനെ പറ്റിയുള്ള സ്റ്റഡിയാണ് ഗെയിം തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ പ്ലെയേഴ്സും ഉണ്ടാവും, സ്ട്രാറ്റജീസും ഉണ്ടാവും. ഹെൽപ്സ് ഡിറ്റർമൈൻ ബെസ്റ്റ് സ്ട്രാറ്റജീസ്. അതായത് ബെസ്റ്റ് സ്ട്രാറ്റജി നമുക്ക് എടുക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് പ്രോബ്ലം ഉണ്ടാവില്ല, അതിലാണ് മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുക ഗെയിം തിയറി. അതുപോലെ തന്നെ 13th വരുന്ന ക്വസ്റ്റ്യൻ ആണ് പേ ഓഫ് മെട്രിക്സ്. പേ ഓഫ് മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ടേബിൾ ഷോയിങ് ഗെയിൻ ഓർ ലോസ്. ഒരു ടേബിൾ ആയിരിക്കും,
അതിൽ ഗെയിനും ഉണ്ടാവും ലോസ് ഉണ്ടാവും. ആ ഒരു ഷോ ചെയ്യുന്ന ടേബിളിനാണ് പേ ഓഫ് മെട്രിക്സ് എന്ന് പറയുക. അത് എന്ത് റെപ്രസെൻ്റ് ചെയ്യും? സ്ട്രാറ്റജീസ് ഓഫ് പ്ലെയേഴ്സിൻ്റെ സ്ട്രാറ്റജീസ് അത് റെപ്രസെൻ്റ് ചെയ്യും. ഗെയിം തിയറിയിലാണ് ഇത് പേ ഓഫ് മെട്രിക്സ് മെയിനായിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഔട്ട്കംസ് ഒക്കെ അനലൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ 14th വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഹെഡ് ഈവൻറ്റ് സ്ലാക്ക്. അതായത് ഡിഫറൻറ്റ് ബിറ്റ്വീൻ ലേറ്റസ്റ്റ് ആൻഡ് ഏർലിയസ്റ്റ് ഇവൻറ്റ് ടൈംസ്. പിന്നെ 15th ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ക്രിട്ടിക്കൽ പാത്ത്. ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറഞ്ഞാൽ ലോങ്ങസ്റ്റ് പാത്ത് ഇൻ എ പ്രോജക്റ്റ് നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്ക് പ്രോജക്റ്റിൽ ഒരു ലോങ്ങസ്റ്റ് പാത്തിനാണ് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ ആക്ടിവിറ്റീസിന് എന്തായിരിക്കും? 0 ഫ്ലോട്ട് ആയിരിക്കും. അപ്പോൾ ഈ 50 ക്വസ്റ്റ്യൻസും നിർബന്ധമായിട്ട് പഠിക്കുക. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ അനലൈസ് ചെയ്തേക്കുന്നത്. ഇതുപോലെ നമുക്ക് ഇനി ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യാനുണ്ട്. ഈ 3 ക്വസ്റ്റ്യൻ പേപ്പറും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 2 മാർക്സ് ഫുള്ളി നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. സോ ഓൾ ദി വെരി ബെസ്റ്റ്. സിമ്പിളായിട്ട് എടുക്കുക. താങ്ക് യു.